ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഷ്യൂസ് ദാറ്റ് മാറ്ററിൽ മൊഡ്യൂൾ 1 വാർ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ അൺസറണ്ടേർഡ് പീപ്പിൾ റിട്ടേൺ ബൈ കെൻസാബുറോ ഓയി. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ദി ഓതർ നോക്കാം. കെൻസാബുറോ ഓയി ഉച്ചിക്കോ, ജപ്പാൻ, 1935 ജനിച്ചത്. നോവലിസ്റ്റ്, നിരൂപകൻ, സാംസ്കാരിക വിമർശകൻ എന്നീ നിലകളിൽ ജപ്പാനീസ് സാഹിത്യത്തിന് അതുല്യമായ സംഭാവന നൽകിയ എഴുത്തുകാരനാണ് കെൻസാബുറോ ഓയി. 1994 അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായി. ഹിരോഷിമയിലെ അറ്റോമിക് ബോംബ് വർഷവുമായി ബന്ധപ്പെട്ട രചനകളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ദ സൈലന്റ് ക്രൈ എന്ന പുരസ്കാരമാണ് ഓയിയുടെ പ്രധാന കൃതി. അമ്മയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നുമാണ് കഥ പറയാനുള്ള കഴിവ് ഓയിക്ക് ലഭിച്ചത്. 23-ാം വയസ്സിൽ ജപ്പാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സാഹിത്യ പുരസ്കാരത്തിന് അകതോഗാവ പുരസ്കാരം അർഹനായി. അതേ വർഷം തന്നെ നിപ് ദ ബഡ് ഷൂട്ട് ദ കിഡ്സ് എന്ന ആദ്യ നോവലും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ വികലാംഗനായ മകൻ ഹിക്കാരിക്ക് ഓയുടെ രചനകളിൽ പ്രധാന സ്വാധീനമുണ്ട്. എ പേഴ്സണൽ മാറ്ററാണ് ഓയുടെ ഏറ്റവും പ്രശസ്തമായ നോവൽ. നെക്സ്റ്റ്, ഇൻട്രൊഡക്ഷൻ ടു ദ എസ്സേ നോക്കാം. ദ എക്സ്ട്രാക്ട് ഫോർ സ്റ്റഡീസ് ടേക്കൺ ഫ്രം ദ ബുക്ക് ഹിരോഷിമ നോട്ട്സ് പബ്ലിഷ്ഡ് ഇൻ 1965. This is a long essay on how the atomic bombing on Japan affected people's life. Oi creates an imaginative link between his disabled son and those who are affected by the nuclear issue. The book brought Oi's international recognition. The Unsurrendered People 1965 പബ്ലിഷ് ചെയ്ത ഹിരോഷിമ നോട്ട്സ് എന്ന ബുക്കിലെ ഒരു ഭാഗമാണ്. ജപ്പാനിൽ അറ്റോമിക് ബോംബ് കാരണം ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലുള്ളത്. വികലാംഗനായ തന്റെ മകനെയും ന്യൂക്ലിയർ ബോംബ് കാരണം ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമായി ഒരു സാങ്കല്പിക ബന്ധം ഓയി എഴുത്തിലൂടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് സമ്മറി നോക്കാം. ദ വേൾഡ് ക്യാൻ നോ ലോങ്ങർ ബി ഡിവൈഡഡ് ഇൻടു ജസ്റ്റ് ഗുഡ് ആൻഡ് ഈവിൽ, ബട്ട് ദ അറൈവൽ ഓഫ് ദ അറ്റോമിക് ബോംബ് വാസ് സീൻ ആസ് ദ അറൈവൽ ഓഫ് ആബ്സല്യൂട്ട് ഈവിൽ. ടു ബാലൻസ് ദിസ് ഈവിൽ ഇറ്റ് ബിക്കേം നെസസറി ടു ഹാവ് ആബ്സല്യൂട്ട് ഗുഡ്, എസ്പെഷ്യലി ത്രൂ ഗുഡ് വിൽ. ഫോളോയിങ് ദ ഡ്രോപ്പിംഗ് ഓഫ് അറ്റോമിക് ബോംബ് there were concerted efforts to reinstate life in Hiroshima and Nagasaki. ലോകത്തെ നന്മതിന്മകളുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അറ്റോമിക് ബോംബിന്റെ വരവ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഈവിലായിരുന്നു. ആ ഈവിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ നമ്മുടെ സൈഡിൽ ഒരു ഗുഡ് ഉണ്ടാവണം. അറ്റോമിക് ബോംബ് കഴിഞ്ഞതിന് ശേഷം ഹിരോഷിമയിലെ നാഗാസാക്കിയിലെ ആൾക്കാർ സാധാരണ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള നീക്കങ്ങൾ നടന്നു വരുവാണ്. The writer has a kind of nightmare when it comes to trusting human capability or humanism. His nightmare comes from a suspicion that this kind of humanism comes from the dropping of the atomic bomb. The humanism he sees is as follows. The atomic bomb dropped on Hiroshima would produce a kind of hell, but it not the kind of hell from which one can never recover. Rather, it is a type of hell which brings out good. People will try to make this hell of Hiroshima as humane as possible. Those who dropped the bomb would have thought this way. മനുഷ്യത്വം എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഒരു ഓതറിന് അതൊരു നൈറ്റ് മെയർ ആയിട്ട് തോന്നണേണ് ഇപ്പോൾ. കാരണം ആറ്റം ബോംബ് വീണ് കഴിഞ്ഞതിന് ശേഷം തോന്നുന്ന ഒന്നതാണ് മനുഷ്യത്വം എന്നാണ് ഇപ്പോൾ ഓതറിന് തോന്നുന്നത്. ഹിരോഷിമയിൽ വീണ ആ ഒരു ആറ്റോമിക് ബോംബ് ഒരുതരം നരകമാണ് അവിടെ സൃഷ്ടിച്ചേക്കണത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും പറ്റുമെന്നില്ല. എന്നാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നന്മ വിളമ്പുന്ന ഒരു നരകം പോലെയാണ്. ഇഫ് ദ ബോംബ് ഹാഡ് ബീൻ ഡ്രോപ്പഡ് ഇൻ ലിയോപോൾഡ് ഇൻ കോങ്കോ, മെനി വുഡ് ഹാവ് ഡൈഡ് ഇൻസ്റ്റന്റ്ലി. Wounded survivors would have continued to die over a period of many months. Disease, pests would have spread till the city eventually became a wasteland devoid of humans. The dropping of an atomic bomb would have thus been postponed. On the other hand, in Hiroshima, people began trying to rebuild their life and to survive. This would lessen the burden on the conscience of those who dropped the bomb. The recovery effort still continues in Japan. ഇതിപ്പോൾ കോങ്കോയിലെ ലിയോപോൾഡ് വില്ലയിലാണ് ഈ ഒരു അറ്റോമിക് ബോംബ് ഉണ്ടായതെങ്കിൽ അവിടെയുള്ള ജനങ്ങളൊക്കെ അപ്പം തന്നെ മരണപ്പെട്ടേനെ. ഇപ്പോൾ ചെറിയ വൗണ്ടായിട്ടും അല്ലെങ്കിൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടവരാണെങ്കിൽ പോലും പയ്യെ പയ്യെ മരണത്തിന് കീഴടങ്ങിപ്പോവും. ആ ഒരു നരകം മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് അവിടെ അസുഖങ്ങൾ പെട്ടെന്ന് പെരുകും. പക്ഷേ എന്നാൽ ഹിരോഷിമയിലുള്ളവർ പയ്യെ പയ്യെ അവരെ ജീവിതം പഴയപടിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. ഹിരോഷിമയിൽ പഴയപടിയാക്കാൻ ശ്രമിക്കുന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ ബോംബ് ഇട്ടവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു മനസാക്ഷിയുടെ ഭാരം അത് ചിലപ്പോൾ കുറച്ച് കിട്ടും.
It is abnormal for a city to want to drop an atomic bomb on another city. The author thinks that the dropping of atomic bomb was based on some calculation that it would balance absolute evil. The idea could have been that the hell created by dropping of the bomb would be reduced by the humane effort to recover. The idea was that it would create a balance. ഒരു സിറ്റിയിലുള്ളവർക്ക് മറ്റൊരു സിറ്റിയിലുള്ളവരുടെ മേൽ ബോംബ് ഇടുന്നതിൽ ഒരു അസാധാരണമായ ഒരു കാരണമാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഈവിളായിട്ട് ഒരുതരം ഈക്വാലിറ്റി സൃഷ്ടിക്കുക എന്നതാണ് എന്ന കണക്കുകൂട്ടലാകാം ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്തത് എന്നാണ് നമ്മുടെ ഓതർ കരുതുന്നത്. ആ ഒരു അറ്റോമിക് ബോംബ് വീണതിലൂടെ അവിടെ ഉണ്ടായേക്കണ ആ ഒരു നരകം ആരും വീണ്ടും പഴയപടി ആക്കാൻ വരില്ല എന്നായിരുന്നു അവരുടെ ഒരു ഐഡിയ. ഈ ഒരു ഐഡിയ ഒരു ബാലൻസ് സൃഷ്ടിക്കുമെന്നതായിരുന്നു അവരുടെ ഒരു വിചാരം. In the Bible, when God allowed it to rain for 40 days, it was in the belief that Noah would rebuild human society after the flood. As Noah had the will and ability, he was able to carry out the task. The writer wondered if this was God's way of balancing. ബൈബിളിലെ ഒരു സ്റ്റോറി പ്രകാരം ദൈവം ഭൂമിയിൽ 40 ദിവസം അടുപ്പിച്ച് കടുത്ത മഴ പെയ്യിച്ചപ്പോൾ നോവ വെള്ളപ്പൊക്കത്തിൽ നിന്നും ആ ജീവിതാന്തരീക്ഷം പഴയപടി സൃഷ്ടിക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. നോവയ്ക്ക് അതിനുള്ള വില്യം എബിലിറ്റി ഉണ്ടായതുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. ഇനി ഈ കാര്യവും നമ്മുടെ ലോകത്തെ ഒരു ഈക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതയിൽ നിർത്താനുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് കൂടി ഓയ അത്ഭുതപ്പെടുകയാണ്. The dropping of the atomic bomb on Hiroshima was the worst kind of destruction in the 20th century. But the people of Hiroshima went to work at once to rebuild their society. The writer compares this to the great flood in the Bible. Those saved by goodwill in Hiroshima can be seen as salvaging all goods in the society today. അതായത് 20th സെഞ്ചുറിയിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രക്ഷൻ നടന്നതായിരുന്നു ഈ അറ്റോമിക് ബോംബ് വീണത്. അവിടെയുള്ള ആൾക്കാർ അവരുടെ സ്ഥലം പഴയതുപോലെ ആക്കിയെടുക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതം പഴയതുപോലെ ആക്കിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള കഠിനമായ പ്രയത്നം അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റൈറ്റർ ഇതിനെ ബൈബിളിലുള്ള വെള്ളപ്പൊക്കത്തോട്, ദ ഗ്രേറ്റ് ഫ്ലഡിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.